ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 1-ാം നൂറ്റാണ്ടിലെ പാലസ്തീന്റെ പശ്ചാത്തലമൊക്കെ പഠിക്കുമ്പോൾ കണ്ടെത്താവുന്ന പൊതു സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കാണുന്നത്. ഉച്ചസമയം സാധാരണ വിശ്രമത്തിൻ്റെതാണ്. ഗ്രാമത്തിലെ സ്ത്രീകൾ രാവിലെ അല്ലെങ്കിൽ സന്ധ്യയിൽ കൂട്ടമായി കിണറിനരികിൽ എത്തുന്ന കാലം. എന്നാൽ സമയം ഉച്ചയോടടുത്തപ്പോൾ ഒരു സ്ത്രീ കിണറ്റിനരികിലേക്ക് ഒരു കുടവുമായി നടന്നു വരികയാണ്. ഒരു ശമരിയ സ്ത്രീയാണ് അവൾ. സാധാരണ രാവിലെയോ വൈകിട്ടോ വെള്ളം കോരുവാൻ വരുന്ന മറ്റു സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തയായി അവൾ നട്ടുച്ച നേരത്ത് കിണറ്റിൻ്റെ അരികിൽ വരാൻ കാരണം അവൾക്ക് ചൂടിനേക്കാൾ ഭയം ഉണ്ടാക്കിയിരുന്നത് മനുഷ്യരുടെ കണ്ണുകളായിരുന്നു. സമൂഹത്തിന്റെ ചോദ്യങ്ങളിൽ നിന്നും ചുളിവുള്ള നോട്ടങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ അവൾ കണ്ടെത്തിയ സമയമായിരുന്നു ഉച്ച. അപ്പോഴാണ് കിണറ്റിൻകരയിൽ ക്രിസ്തുവിനെ അവൾ കണ്ടെത്തുന്നത്. ജീവിതത്തിൽ പറ്റിയ തെറ്റുകളെക്കുറിച്ച് അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അവയെ നിഷേധിക്കാനോ ന്യായീകരിക്കാനോ അവൾ ശ്രമിച്ചില്ല. എന്നാൽ ആ തെറ്റുകൾ അവൾ ഒറ്റയ്ക്കെടുത്ത തീരുമാനങ്ങളുടെ ഫലമല്ലെന്ന സത്യം അവൾക്കറിയാമായിരുന്നു. എന്നിട്ടും ആരെയും കുറ്റപ്പെടുത്താൻ അവൾ തയ്യാറായിരുന്നില്ല. ക്രിസ്തുവിനോടുള്ള അവളുടെ വാക്കുകളിൽ കുറ്റാരോപണങ്ങളില്ല, മറിച്ചൊരു മൗനവേദന മാത്രമാണ്. പക്ഷേ വലിയ മാറ്റം സംഭവിച്ചവളായിട്ടാണ് അവൾ മടങ്ങിപ്പോയത്. ക്രിസ്തുവിൽ നിന്ന് ചോദ്യങ്ങൾ നേരിട്ടതുകൊണ്ടല്ല, മറിച്ച് ചോദ്യങ്ങളില്ലാതെ സ്വീകരിക്കപ്പെട്ടതുകൊണ്ടാണ് അവൾ മാറ്റത്തിന്റെ കാരണമായത്. ഒരു വാക്കുകൊണ്ട് പോലും അവളെ വേദനിപ്പിക്കാനോ അവളുടെ സ്വകാര്യതയെ കുറ്റപ്പെടുത്താനോ മുതിരാതെ അവളുടെ ഉള്ളിലെ ദാഹത്തെ ക്രിസ്തു അഭിസംബോധന ചെയ്യുന്നു. ഈ ഒരു സംഭാഷണ രീതി നാമൊക്കെ ശീലിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് പലരും ദൈവാലയങ്ങളിൽ നിന്നും പൊതുസമൂഹങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതിന് പിന്നിൽ വലിയൊരു കാരണമുണ്ട്. അവർക്ക് ദൈവത്തെ ഭയമാണെന്നല്ല, മനുഷ്യരുടെ ചോദ്യങ്ങളെയാണ് അവർ ഭയപ്പെടുന്നത്. എന്തായി? ഇതുവരെ നടന്നില്ലേ? ഇങ്ങനെയാകാൻ കാരണമെന്താണ്? ഇങ്ങനെ പോകുന്ന ചോദ്യങ്ങളുടെ നീണ്ട നിര. ഒരുപക്ഷെ ഇത്തരം ചോദ്യങ്ങൾ പലപ്പോഴും കരുതലിന്റെ പേരിലായിരിക്കാം ഉയരുന്നത്. പക്ഷേ അവ ഉത്തരം കിട്ടാതെ നിൽക്കുന്നവരുടെ ഹൃദയത്തിൽ വലിയ മുറിവുണ്ടാക്കുന്നു എന്ന് നാം തിരിച്ചറിഞ്ഞേ പറ്റൂ. ജോലിയെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും നീളുന്ന ചോദ്യങ്ങൾ പലർക്കും ജീവിതത്തിൽ വലിയ ഭാരം തന്നെയാണ് സമ്മാനിക്കുന്നത്. മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് പോലും തിരിച്ചറിയാതെ നാം അതേ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ഉത്തരം പറയാൻ കഴിയാത്തവർ ഒടുവിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇടങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങും. അങ്ങനെയാണ് ചിലർ ദേവാലയത്തിന്റെ പടിവാതിക്കൽ നിന്നും പൊതു ഇടങ്ങളിൽ നിന്നും അകലുന്നത്. ചോദ്യങ്ങൾ കുറയുമ്പോൾ മനുഷ്യർ തിരിച്ചു വരും. കുറ്റപ്പെടുത്തലുകൾ മാറുമ്പോൾ സമൂഹം സുഖപ്പെടും. മാറ്റം സംഭവിക്കുന്നത് കുറ്റപ്പെടുത്തുന്ന ചോദ്യങ്ങളിലൂടെയല്ല, സ്വീകരണത്തിലൂടെയാണ്. ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ ക്രിസ്തുവിനെ പോലെ ഒരു കിണറിനരികിലെ സാന്നിധ്യമായി മാറാൻ കഴിഞ്ഞാൽ ഇന്ന് അകന്നു നിൽക്കുന്ന പലരും നാളെ സന്തോഷത്തോടെ മടങ്ങി വരും. മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് വിധി എഴുതുന്ന ചോദ്യങ്ങൾ ഒഴിവാക്കുമ്പോൾ മാത്രമാണ് എല്ലാവർക്കും സുരക്ഷിതമായ ഒരു പൊതു ഇടം സാധ്യമാകുന്നത്. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പലരും പലതും നനച്ചിടുമ്പോൾ വഴി ചൊല്ലി വിധിച്ചിടുമ്പോൾ, പലരും പലതും നനച്ചിടുമ്പോൾ വഴി ചൊല്ലി വിധിച്ചിടുമ്പോൾ, നിജമേറും നൽനിനവുകളാ പരനേതും തൻ തിരുമൊഴിയാ, നിജമേറും നൽനിനവുകളാ പരനേതും തൻ തിരുമൊഴിയാ, മനസ്സിനു സ്വസ്ഥ സമാധാനം ഇതുപോലൊരു സ്നേഹിതൻ ഉലകിൽ വേറാരുമേ, ഇതുപോലൊരു സ്നേഹിതൻ ഉലകിൽ വേറാരുമേ, ഇതുപോലെന്നെ പ്രിയമുള്ളവൻ, ഇതുപോലെന്നെ അറിയുന്നവൻ, ഇതുപോലെന്നെ പ്രിയമുള്ളവൻ, ഇതുപോലെന്നെ അറിയുന്നവൻ, മശിഹായേ നൽ സ്നേഹിതനേ.